അൽജോ. ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ്. ഞാൻ 2020 പ്ലസ് ടു പാസ് ഔട്ട് ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് പാല ബ്രില്യൻ്റ് ചേർന്നായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻട്രൻസ് പാടായിട്ട് തോന്നി. അപ്പോഴായിരുന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് കയറിയായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു IELTS അതായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ ഈ കോവിഡ് ആയതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അടച്ചു കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ എൻട്രൻസിന് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ IELTS ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSൻ്റെ കോച്ചിങ് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി ഇപ്പോൾ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 6.5 ആയിരുന്നു കിട്ടിയായിരുന്നത്. പക്ഷേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ നേഴ്സിംഗ് എടുക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ ഈ IELTS എനിക്ക് ടഫായിട്ട് തോന്നിയപ്പോൾ PT എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടണില്ല. ആദ്യത്തെ പ്രാവശ്യം ജൂണിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല. അത് കഴിഞ്ഞ് ആഗസ്റ്റിൽ പരീക്ഷ എഴുതിയപ്പോഴും സ്പീക്കിംഗ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഒപ്പം, അമ്മയാണ് ഉടമ്പടി എടുത്തതാണ്, അമ്മയുടെ ഒപ്പം നീ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പോണ സമയത്ത് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛനെ കണ്ടായിരുന്നു, ആൾക്കാരെ വെച്ചിട്ടല്ല, അവിടെ താഴെ വെച്ച അച്ഛനെ കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ അച്ഛനെ ഇവിടെ വെച്ചാൽ നമ്മൾ കണ്ടാലും നമുക്ക് വിശ്വാസം മതി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ഈ ആഗസ്റ്റ് 3-ാം തീയതിയാണ് അമ്മ പുതുക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെനിക്ക് ആഗസ്റ്റ് 29-ാം തീയതി ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം തെളിഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ പറ്റിയില്ല ആ തിരക്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡേറ്റ് വേണം, അല്ലാതെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ എക്സാം പോകണമെന്ന്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 29-ന് എടുക്കാമെന്ന് ചോദിച്ചു. ആ സ്വപ്നം കണ്ടതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 29-ാം തീയതി ഡേറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു 25-ാം തീയതി ആയിട്ട് നോക്കിയപ്പോൾ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഡേറ്റ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് നാളെയും ഡേറ്റ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. നാളെ നോക്കിയപ്പോൾ 29 ഡേറ്റ് പോയി. എന്നിട്ട് ഞാൻ ഒക്ടോബർ 1-ാം തീയതി പോയി ഡേറ്റ് എടുത്തു. ഒക്ടോബർ 1-ാം തീയതി പരീക്ഷ എഴുതി. പഴയനേക്കാളൊക്കെ സ്കോർ ശരിക്കും കയറി. 3 7 കിട്ടി. സ്പീക്കിംഗ് വീണ്ടും 6.5 തന്നെയായി. അപ്പോൾ വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ വന്നില്ല. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഡേറ്റ് മാറ്റി വീണ്ടും ബാംഗ്ലൂർ പോയി ഒക്ടോബർ 13-ാം തീയതി എടുത്തു. അവിടെ എഴുതിയപ്പോഴും ബാക്കി എല്ലാത്തിനും വീണ്ടും എഴുതിനേക്കാളും കയറുന്നുണ്ട്, സ്പീക്കിംഗ് മാത്രം കയറുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്. അപ്പോൾ പിറ്റേ ദിവസം അപ്പനും അമ്മയും വന്ന് അച്ഛനെ കണ്ടു, മെസ്സേജ് എടുത്തു. അപ്പോൾ അച്ഛൻ എനിക്ക് തന്നത് ഒക്ടോബർ 27, നവംബർ 2, നവംബർ 7, നവംബർ 9-ാം തീയതി എന്നുള്ള ഡേറ്റുകളാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ തന്നെ എന്തായാലും പരീക്ഷ എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒക്ടോബർ 27 മാത്രമേ ബാംഗ്ലൂരിൽ പിന്നെ ഡേറ്റ് ഉള്ളൂ. ബാക്കി 2, 7 എന്ന് പറഞ്ഞ ഞായറാഴ്ച, 9, 2 ചൊവ്വാഴ്ചകൾ കൊച്ചിയിൽ തന്നെയുള്ളൂ. അപ്പോൾ 27-ാം തീയതി പിന്നെ തൊട്ടടുത്തായി. അപ്പോൾ 27 തന്നെ എന്തായാലും എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും വിജയകുമാർ സാറിൻ്റെ ടോക്കൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനതിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ നമ്മൾ ഉയർത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പരീക്ഷ ഹാളിൽ പോണേക്കാൾ മുമ്പും പരീക്ഷ ഹാളിൻ്റെ മേളിലേക്ക് കൈ ഉയർത്തിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാം എഴുതി. എന്ന് വെച്ചാൽ അത് ലാബ് പോലെയാണ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അന്ന് സാധാരണ 2 പേരൊക്കെ എക്സാമിനുണ്ടാവുള്ളൂ, അന്ന് 6 പേരും എക്സാമിനുണ്ടായി. അപ്പം നിറച്ചിങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഒച്ചയിൽ. അപ്പോൾ നമ്മൾ സംസാരിക്കണവരും വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് വീണ്ടും കുറച്ച് ടഫായി. ഇപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങണേക്കാളും മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, റീഡിങ് ഞാൻ എന്തായാലും അമ്മയുടെ കയ്യിലേക്ക് തരാണ്. റീഡിങ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല തലേ ദിവസമൊന്നും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് റീഡിങ്ങിൻ്റെ ഒരേ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമേ. ഞാൻ ചെയ്യണ ഒരേ ക്വസ്റ്റ്യനും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ചാടുമ്പോഴും അത് ഞാൻ വീട്ടിൽ ചെയ്തത്. വീണ്ടും അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്താലും ഞാൻ വീട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തെ ഉയർത്തണമേ എന്ന് പറഞ്ഞ് ഒരേ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്തുമ്പോഴും ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ആൻസറുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനത്തെ റിസൾട്ട് അന്ന് 11:32 വന്നത് രാത്രി. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ റീഡിങ്ങിന് എനിക്ക് 9 കിട്ടിയത്, 9 കിട്ടിയ, സ്പീക്കിങ്ങിന് 7, ബാക്കി 2 7.5. അപ്പോൾ ഇത്രയും എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ ഞാൻ +2 പഠിക്കുമ്പോഴും +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് +2ൻ്റെ റിസൾട്ട് വന്നേക്കാൾ മുമ്പ് ഞാൻ
മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ പഠിക്കണം എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ 97% എനിക്ക് മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ പേപ്പറിനെ മാതാവിൻ്റെ ഫോട്ടോൻ്റെ ബാക്കിൽ വെച്ചു. ഈ 97 എനിക്ക് കിട്ടണമെങ്കിൽ +1 മാർക്ക് പോയതൊഴിച്ച് +2 എനിക്ക് ഫുള്ള് കിട്ടണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തുണ്ട്, മാതാവിന് എന്തായാലും ഒന്നും അസാധ്യമല്ലല്ലോ, ഫുള്ള് കിട്ടണമെന്ന് പറഞ്ഞാൽ മാതാവിന് ചെറിയ കാര്യമല്ലോ, എന്തായാലും ഈശോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയില്ല. എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് +2 എല്ലാത്തിനും ഫുള്ളായിരുന്നു. എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 97% തന്നെയായിരുന്നു. അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവുന്നുണ്ട്. ഇതേപോലെ ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും, അവിടെ ഞാൻ മുട്ടുകുത്തിയിട്ട് കൈ വിരിച്ച് ജപമാല അർപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നെങ്ങനെ സഹായിക്കുന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.